എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷാണ്. കാരണം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത് മുഴുവൻ നാടൻ ഡിഷസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കാരണം ഒരുപാട് പേരെൻ്റെ അടുത്ത്, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ചേച്ചി കുറച്ച് നാൾ നാടൻ ഡിഷസിനൊക്കെ ഒരു പോസ് കൊടുക്കുക, ബാക്കിയുള്ള ഡിഷസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല സ്വാദാണ്. സ്പൈസി, ടാങ്കി, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാം ഇത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ് സാധാരണ വാങ്ങിക്കാൻ കിട്ടാറ് ഇവിടെയൊക്കെ. അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അപ്പോൾ 250 ഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ട് മാത്രം എടുക്കുക. ഡ്രാഗൺ ചിക്കൻ എപ്പോഴും നമ്മൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ്റെ പീസസ് നീളത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റാണിത്. ഞാനെങ്ങനെ വാഷ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിടും. എന്നിട്ട് ചിക്കനും കുറച്ച് വെള്ളം കൂടെ വെക്കും, ഒരു 10 മിനിറ്റ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസാണിത്. അപ്പോൾ നമുക്കിത് നീളത്തിൽ മുറിക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ചൈനീസ് ഡിഷ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിക്കൻ്റെ പീസ് മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഓവറായിട്ട് തിന്നാവാൻ പാടില്ല. ഇത്രയെങ്കിലും ഒരു തിക്നെസ് വേണം ചിക്കന്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒട്ടും ദശയില്ലാത്ത പോലെ ഉണ്ടാവും, അത് നന്നായി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 4 പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കിലോ ചിക്കൻ വേണ്ടി വരും. പിന്നെ എപ്പോഴും ഞാനിവിടെ വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ചിക്കനാണ് വാങ്ങിക്കാറ് കേട്ടോ. കാരണം ഫ്രോസൺ ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് മുറിച്ചത് ഒന്നും കൂടെ ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഈ ചിക്കൻ്റെ പീസസ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ആദ്യം ഞാൻ കോൺഫ്ലോറാണ് ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ടേബിൾ സ്പൂൺ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ അതായത് 3 ടീസ്പൂൺ കൂടുന്നതാണ് 1 ടേബിൾ സ്പൂൺ. ഓക്കെ, അതായത് MLൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 15 ml ആണ് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml. ഓക്കെ, അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂൺ. നമുക്കിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതായത് ചോളത്തിൻ്റെ പൊടി. കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ. അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ. മൈദ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ആട്ട യൂസ് ചെയ്യാം. അപ്പോൾ ആട്ടയാണെങ്കിലും 3 ടേബിൾ സ്പൂൺ ആട്ട യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ഇച്ചിരി വെള്ളം പോലെ അരച്ചെടുത്തതാണ്, കാരണം കുറച്ച് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അരയില്ല, അതുകൊണ്ട് അല്പം വെള്ളം കൂടി ചേർത്തപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ 1 കുടം വെളുത്തുള്ളിക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഞാൻ എൻ്റെ കണക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഓൾ പർപ്പസ് സോയാ സോസാണ്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഡാർക്ക് സോയാ സോസ് എന്നും പറഞ്ഞ് കിട്ടും, ലൈറ്റ് സോയാ സോസ് എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണ് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൽ നല്ല കുറച്ചും കൂടെ തിക്കായിരിക്കും ആ സോയാ സോസ്. മാത്രമല്ല ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും സോയാ സോസ് വാങ്ങിക്കുമ്പോൾ ഇതിൽ ഓൾ പർപ്പസ് ആണോ ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡാർക്ക് ആണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് നമ്മൾ അവസാനം നോക്കാൻ പാടുള്ളൂ, കാരണം ഈ സോയാ സോസിലുള്ള ഉപ്പിൻ്റെ അംശം എത്ര നമുക്കറിയില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 മുട്ടയാണ്. 1 മുട്ട വേണ്ട, ഒരു പകുതി മുട്ട. അപ്പോൾ 1 മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കാരണം 250 ഗ്രാമിന് പകുതി മുട്ട മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷെ മുട്ട ചേർക്കുമ്പോൾ ആ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ നമ്മളെ മുട്ട സഹായിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി പേസ്റ്റാണ്.
ചില്ലി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം. അപ്പോൾ ചില്ലി പേസ്റ്റ് എന്ന് പറയുന്നത് ചില്ലി പേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ പല റെസിപ്പീസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് കാശ്മീരി ചില്ലി നമ്മൾ വെള്ളത്തിൽ നന്നായും കുക്ക് ചെയ്യുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം അതിലോട്ട് അല്പം ഉപ്പും വിനീഗറും കൂടിയിട്ട് അരച്ചെടുക്കുന്നതാണ് ചില്ലി പേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ചില്ലി പേസ്റ്റ് ഉള്ള കാരണം ഞാൻ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അതല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കുക. ഏതായാലും മതി. പക്ഷേ ചില്ലി പേസ്റ്റാണ് കുറച്ചും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കടയിൽ നമുക്ക് ചില്ലി പേസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ മതിയാവും. ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 1 ടീസ്പൂൺ കേട്ടോ. അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പിൻ്റെ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. കറക്റ്റ് ഉപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം 30 മിനിറ്റ് എങ്കിലും വെക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം കേട്ടോ. ഇനി ഫോർക്കിൻ്റെ ആവശ്യമില്ല. ഫോർക്ക് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം നന്നായി അങ്ങ് മിക്സായി കിട്ടും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കൂട്ടെത്തിന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ മുട്ടയുടെയാണ് ആ ഒരു കൺസിസ്റ്റൻസി ലൂസാവാൻ കാരണം. ഓക്കെ, ഇത് മതി. നമുക്കിനി ഇതൊരു 30 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചോളും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമില്ല. അടച്ച് നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാൻ വയ്ക്കുക. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് അങ്ങ് പുക വരുന്ന പോലെ ചൂടാവാൻ പാടില്ല. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മീഡിയം ചൂടാവുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 8 വശം തന്നെ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകും. പക്ഷെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലെടുത്ത് പറയുന്ന കാര്യമാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടാവും കഴിക്കാൻ. ഈ ചിക്കൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സ്നാക്സ് ആയിട്ട് അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഐറ്റമാണിത്. എരിവൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് സോസൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതേസമയം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം കേട്ടോ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിടുകയാണ്. എന്നിട്ട് അവസാനം എടുക്കുന്നേക്കാളും മുൻപായിട്ട് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ച് നോക്കണം. നന്നായിട്ട് കുക്കായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണ നന്നായി പൊക്കോട്ടെ. പിന്നെ ഇത് നമ്മൾ സോസിലിട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം കൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഉള്ളിൽ ജ്യൂസി എഫക്റ്റ് പോകും. ഒരു ഭയങ്കരമായിട്ടൊരു കല്ല് പോലെ ഇരിക്കും സംഭവം. അതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് പരുവാകുമ്പോൾ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിരുന്ന സമയത്ത് നമ്മൾ എടുക്കണം. അതല്ലാതെ ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് നമ്മുടെ ചിക്കന്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഞാൻ ബാക്കിയുള്ള ചിക്കൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, അതായത് 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പച്ച, മഞ്ഞ, റെഡ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം നീളത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ തിന്നായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. പക്ഷേ നമ്മുടെ ഡ്രാഗൺ ചിക്കനെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള. ഒരു ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണിത്. കൂടാതെ നമുക്ക് വേണ്ടത് സെലറി. സെലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഈ സംഭവം എന്ന്. കാരണം ഞാൻ ഫ്രൈഡ് റൈസിലും ചില്ലി ചിക്കനിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് സെലറി. അപ്പോൾ ഇതുപോലെ ഒരു തണ്ടാണ് സെലറി എന്ന് പറയുന്നത്. എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും അവൈലബിൾ ആണ്. അവരുടെ അടുത്ത് പോയി സെലറി എന്ന് ചോദിച്ചാൽ മതി. വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സെലറി എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പീസ്, ഇവിടെ ഇത്രയുള്ള പീസ് മാത്രം നമുക്ക് മതി. അത് വളരെ നൈസാക്കി കട്ട് ചെയ്തിടുക. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഇതിൻ്റെ സ്മെല്ലങ്ങ് വരാൻ തുടങ്ങും. അതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇതില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിട്ടിട്ടുണ്ടെങ്കിൽ ശരി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വാസന നമ്മളുടെ കറിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലറി ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നൈസാക്കി കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സോസുകൾ റെഡിയാക്കി വെക്കണം. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒരു ബൗളിൽ എല്ലാ തരത്തിലുള്ള സോസുകൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കും. കാരണം നമ്മൾ പിന്നെ കറിയിലോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഓരോന്നായിട്ട് ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു ബൗൾ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സോസ് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ്
നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ മറക്കരുത്. ഞാൻ ഉണ്ടാക്കിയിരുന്ന കഴിഞ്ഞു. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നുള്ള കാരണം ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിച്ചേക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ വീട്ടിലുണ്ടാക്കാൻ പതിവ്. ഇനി വേണ്ടത് ചില്ലി സോസ്, ഹോട്ട് ചില്ലി സോസ് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ കുഴപ്പമില്ല, അതേപോലെ തന്നെ സാധാരണ മുളക് പൊടി ആണെങ്കിലും കുഴപ്പമില്ല. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതേസമയം നല്ല പൗഡർ ആണെന്നുണ്ടെങ്കിൽ, എരിവുള്ള പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചില്ലി പേസ്റ്റ് ആണ്. അപ്പോൾ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ്, 2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. സോസുകൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് പിന്നെ ഇടാം. എല്ലാം കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ചൂടുവെള്ളമാണ്. 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക. അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ കുക്കിംഗ് തുടങ്ങാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും വഴറ്റാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, അതായത് എള്ളെണ്ണ. അപ്പോഴാണ് കറക്റ്റ് ചൈനീസ് ഫ്ലേവർ വരുള്ളൂ. അതേസമയം നിങ്ങൾക്ക് നല്ലെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. അണ്ടിപ്പരിപ്പിന് ഇത്ര എണ്ണൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് 10-15 എത്രയാണെന്ന് വെച്ചാൽ താല്പര്യമുള്ളത് ഇടാം. എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുക്കുക. അപ്പോൾ നമുക്കിത് വറുത്തതിന് ശേഷം നമുക്കെടുത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അവസാനം മാത്രമാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഡ്രാഗൺ ചിക്കനിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ ആ ക്രിസ്പി എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഫൈനലായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഗോൾഡൻ കളർ ആയിട്ടാണ് നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ അവസാനം മാത്രം നല്ലെണ്ണയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതിയാവും. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ എണ്ണ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇച്ചിരി ലൂസായിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എപ്പോഴും ബാക്കിലോട്ട് വന്നതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. സവാളയും സെലറി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുക. നമുക്ക് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചൈനീസ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. സെലറി ഇട്ട് കൊടുക്കുക. സെലറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഉപ്പ് നമ്മൾ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ലൈറ്റായിട്ട് ഇടാൻ പാടുള്ളൂ. ഒരു സംഭവം ചേർക്കാൻ മറന്നുപോയി. ഒരു 3-4 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ചിടണം. അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതേസമയം നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് വേണം ഇതിൽ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങൾ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഈ സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. അതായത് ഉപ്പും പുളിയും എരിവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. മധുരവും ചെറുതായിട്ടൊരു മധുരം വേണം, അത് അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പ് കുറവാണ്. ഞാൻ ഇച്ചിരി കൂടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. 1/2 ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സോയാ സോസ്. ഇനി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ പഞ്ചസാര കുറച്ച് കുറവാണ്. അപ്പോൾ 1/2 ടീസ്പൂണും കൂടെ പഞ്ചസാരയും കൂടി ഇടാൻ പോവാണ് ഞാൻ. ഈ സമയത്ത് നിങ്ങൾ സോസിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താൻ മറക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും ഇഷ്ടം. അപ്പോൾ നന്നായി ഒന്ന് തിളക്കട്ടെ. ഏത് ബ്രാൻഡ് ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചില്ലി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അളവിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു തിക്കായിട്ട് എടുക്കാനാണ് പോകുന്നത്. നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫൈനലി ഒന്നും കൂടെ ഒന്ന് ഈ സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ സോസിൽ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ഈ വെജിറ്റബിൾസ് ഓവറായിട്ട് അങ്ങ് കുക്കാവാൻ പാടില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ തുറന്നു. ഇത് കണ്ടില്ലേ, സെമി ആയിട്ട് കുക്കായിട്ടുണ്ട്. അത് സെമി ഓവറായിട്ട് അങ്ങ് വാടിയിട്ടില്ല. 5 മിനിറ്റ് മാത്രം മതി. ഇനി നമുക്ക് അവസാനമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ടീസ്പൂൺ കോൺഫ്ലവർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക്. അതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് അങ്ങ് എടുത്ത് മിക്സ് ചെയ്തു. അപ്പോഴാണ് എല്ലാം ഒന്ന് യോജിക്കുന്ന പോലെ ഇരിക്കുക. അല്ലെങ്കിൽ അതങ്ങോട്ട് തനിയെ വേറിട്ട് കിടക്കുന്ന പോലെ തോന്നും. ആ കോൺഫ്ലവർ 2 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. കാരണം ആ കോൺഫ്ലവറിൻ്റെ ആ പച്ചച്ചുവ ഒന്ന് മാറണം. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പും അല്ലെങ്കിൽ പഞ്ചസാര മാത്രമേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം സോസസ് ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ആ സോസിൻ്റെ ഒരു പച്ച ചുവ നമുക്ക് മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പിന്നെ സാധാരണ രീതിയിൽ ചൈനീസ് ക്യുസീനിൽ മല്ലിയില ഉപയോഗിക്കാറില്ല. അതേസമയം ഇന്തോ ചൈനീസ് ആകുമ്പോൾ മല്ലിയില ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ചൈനീസ് രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മല്ലിയില ഞാൻ മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നില്ല. അവസാനമായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്താ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് മാത്രം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചൂടോടുകൂടി വിളമ്പുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അവസാനം ഇതിൻ്റെ മുകളിലോട്ട് അല്പം നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്യാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ ന്യൂഡിൽസിൻ്റെ കൂടെ, ഒന്നില്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, എല്ലാത്തിനും കൂടെ നല്ലതാണ്. ഞാനിതിൻ്റെ ഈ ക്യാരറ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ, ഗ്രേവിയും കഴിച്ച് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. പഞ്ചസാരയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പഞ്ചസാര ലൈറ്റായിട്ട് വേണം. നിങ്ങൾ പഞ്ചസാര ചേർക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഏത് പാലം നോക്കി, ഏത് പുഴയത്? സ്ഥലത് ഏതേത്? കാറിലേക്ക് വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ മോന്റെ ബർത്ത്ഡേക്ക് വന്നാണ് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? 2 വയസ്സായി.